ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ഹാരി പോട്ടർ എന്ന സീരീസിൻ്റെ ഓതറായ ജുവാൻ ജാക്കെ റോളിങ്സ് ആയ കഥയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജുവാൻ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. ലോഗോ പ്ലീസ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. നല്ല രീതിയിൽ കണ്ണിക്കേട്ടുണ്ട്. അത് ഈ കണ്ണിക്കേടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസ് വയ്ക്കുകയാണ്. 90കളുടെ മധ്യകാലഘട്ടം, ഡിസംബർ 24, ക്രിസ്മസിൻ്റെ തലേദിവസം. അതിൻ്റെ ആഘോഷരാവിലെ മുങ്ങി നിൽക്കുകയാണ് ലണ്ടൻ നഗരം. വീടുകളെല്ലാം ആഘോഷങ്ങൾ ആരവമുയർത്തി തിമിർത്താടുകയാണ്. പക്ഷേ ജുവാൻ്റെ വീട്ടിൽ മാത്രം ഒരു പൊലിമയില്ല. അവിടെ ക്രിസ്മസ് പോയിട്ട് ജന്മദിനം പോലും അവൾക്ക് ഓർത്തു വയ്ക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം മറ്റാരുമല്ല, അവളുടെ ഭർത്താവ് തന്നെയാണ്. അയാൾ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. ദിനവും, അതായത് എല്ലാ ദിവസവും മദ്യപിച്ചെത്തി അവളേനെയും മകനെയും പുലരുവോളം മർദ്ദിക്കും. ഈ 24-ാം തീയതി അയാൾ പതിവ് പോലെ മദ്യപിച്ചെത്തി അവരെന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. സ്വന്തം മോനെ അയാൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പുറകെ ജുവാനും പുറത്താക്കപ്പെട്ടു. പിടിച്ചു നിൽക്കാൻ തീരെ നിവൃത്തിയില്ലാതെ വന്ന അവൾ ആ മോനെ എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു കിടന്നു. പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ആ സമയത്ത് തനിച്ച് യാത്ര ചെയ്യുന്നത് അത്ര പന്തിയല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വേഗം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ കുറേ നേരം കഴിച്ചു കൂട്ടി. അവൾക്ക് മുന്നിൽ നഗരത്തിലേക്കുള്ള ഒരു ട്രെയിൻ വന്നു നിന്നു. ടിക്കറ്റ് എടുക്കാൻ കാശില്ല. മുന്നിൽ ശൂന്യത നേളിച്ചു. പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി അവൾ മോനെ എടുത്തിട്ട് ആ ട്രെയിനകത്തേക്ക് കയറി. ആ ക്രിസ്മസ് രാവിൽ ലണ്ടൻ നഗരത്തിലേക്ക് കള്ളവണ്ടി കയറി ലണ്ടൻ നഗരത്തിലെത്തിയ ജുവാൻ അവിടെയുള്ള ഒരു ദേവാലയത്തിലെ അധികൃതരുടെ സഹായത്തോടെ ഒരു ഡേ കെയർ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. വളരെ വളരെ കുറച്ച് ശമ്പളം. അവളുടെ മകന് ബേബി ഫുഡ് മേടിക്കാൻ പോലും തികയാത്ത അവസ്ഥയാണ്. എന്തായാലും ജീവിച്ചു പോകണമല്ലോ എന്ന് കരുതി അവിടെ തന്നെ തുടർന്നു. ഒപ്പം അതിൻ്റെ ഒപ്പം തന്നെ പല വീടുകളിലുമായിട്ട് അടുക്കളപ്പണി ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇതൊന്നുമല്ല വെല്ലുവിളിയായിരുന്നത്. യഥാർത്ഥ വെല്ലുവിളി മകനിൽ നിന്നായിരുന്നു. അവന് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ശീലം, ഉറങ്ങണമെങ്കിൽ കഥ കേൾക്കണം. അന്ന് വരെ പിതാവിൻ്റെ പീഡനം ഭയന്നിട്ട് ഉറങ്ങാണ്ടിരുന്ന അവൻ പെട്ടെന്ന് അതിൽ നിന്ന് മോചിതനായി. ഈ ബാല്യത്തിൻ്റെ ചാബല്യങ്ങളിലേക്ക് കടന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ പുതിയ കഥാസ്നേഹം. അങ്ങനെയാണ് ജുവാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഒരു കഥ പറയുക എന്നത് അവൾക്ക് ഭയങ്കര വെല്ലുവിളിയായിരുന്നു. തൻ്റെ ജീവിതകഥ തന്നെ ഒരു ബ്രിട്ടീഷ് ക്ലാസിക് സിനിമയ്ക്കുള്ള എല്ലാ ചേരുവകളും അടങ്ങിയതാണ്. പക്ഷേ അത് മകന് ദഹിക്കില്ല, മകന് മനസ്സിലാവില്ല. ദിവസവും ജുവാൻ തൻ്റേതായ രീതിയിൽ ഓരോ കെട്ടുകഥകൾ അവന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പകലന്ത്യോളം ജോലിഭാരവും രാത്രിയിൽ കഥാകാരിയും. അങ്ങനെ ആ ജീവിതം അങ്ങനെ തുടർന്നു. ഒരു ദിവസം അവിചാരിതമായി ഏതോ ഒരു ദിനപത്രത്തിൽ ഒരു കഥാമത്സരം നടക്കുന്ന വിവരം അവൾ കണ്ടു. മികച്ച കഥയ്ക്ക് ഒരു തുക സമ്മാനമുണ്ട്. ഒരു കൈ നോക്കാമെന്ന് ജുവാൻ തീരുമാനിച്ചു. ഒന്നുമില്ലെങ്കിലും തൻ്റെ മോനെ ഒരാഴ്ചത്തേക്കുള്ള ബേബി ഫുഡ് മേടിക്കാമല്ലോ. അങ്ങനെയാണ് അവൾ കരുതിയത്. അന്ന് വരെ അവൾ മകന് പറഞ്ഞു കൊടുത്ത കെട്ടുകഥകളൊക്കെ കൂടി എല്ലാം ഒരു പരിധിവരെ ഓർമ്മയിൽ തിരികെ വിളിച്ചിട്ട് അതെല്ലാം കൂടി ഒരു കഥയാക്കി എഴുതി വളരെ പ്രതീക്ഷയോടെ പത്രാധിപർക്ക് അയച്ചു കൊടുത്തു. എന്നാൽ ഈ കഥകളുടെയൊക്കെ ബാഹുല്യം മൂലം അയാൾ ഈ ജുവാൻ്റെ കഥ വായിച്ചു പോലും നോക്കാതെ മുറിയുടെ ഒരു മൂലയ്ക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. ഒരു വലിയ പ്രതീക്ഷയാണ് അയാളുടെ മുൻവിധികളിൽ അവിടെ തകർന്നു പോയത്. ഇവിടെയാണ് ഒരു വഴിത്തിരിവ് വരുന്നത്. വഴിത്തിരിവ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ദൈവം ഒരു പിടിവള്ളി എല്ലാവരുടെ ജീവിതത്തിലും ഒരൊറ്റ പ്രാവശ്യം ഇട്ട് തരും. നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പം ഇവിടെ ഇട്ട് തന്ന ഒരു പിടിവള്ളിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ പത്രാധിപരുടെ മകള് പതിവായിട്ട് തൻ്റെ ഹോംവർക്ക് ചെയ്യുന്നത് പിതാവ് ഇങ്ങനെ ചുരുട്ടെറിയണ കടലാസുകളുടെ പിൻഭാഗത്താണ്. പതിവ് പോലെ ജുവാൻ്റെ കഥയും അവളുടെ കയ്യിലാണ്.
ഒരു നേരം പോക്കുന്ന രീതിയിൽ കഥ വായിച്ചു തുടങ്ങിയ അവൾ ആശ്ചര്യപ്പെട്ടു. അവൾ ഇതുവരെ വായിച്ചിട്ടുള്ള കഥകളിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച കഥ, സൂപ്പർ കഥയായിരുന്നത്. അവൾ ആ കടലാസ് പിതാവിന് കൈമാറി. തൻ്റെ മകളുടെ കണ്ടെത്തൽ 100% ശരിയാണെന്ന് അയാൾക്ക് മനസ്സിലായി. കഥയുടെ ഉടമയെ വിജയായി പ്രഖ്യാപിക്കാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെ ജോവാനെ കാണാൻ ഈ പത്രാധിപർ വീട്ടിലെത്തി. തുടർന്നും എഴുതാൻ താല്പര്യമുണ്ടോയെന്ന് അയാൾ ആരാഞ്ഞു. ഇവിടെയാണ് ഒരു ഇതിഹാസത്തിന് പിറവിയെടുക്കുന്നത്. ആ ജോവാനാണ് ഈ ഹാരി പോട്ടർ സീരീസിൻ്റെ ഓഥർ ജെ.കെ. റോളിങ്സ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഓരോ പിടിവള്ളികൾ തമ്പുരാൻ ഇട്ട് തരും. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.